പല സഭകളിൽ പോയിട്ടും ഒരിക്കലും തൃപ്തി വരാത്ത ചില പ്രിയപ്പെട്ടവരെ കണ്ടിട്ടുണ്ട്. ഒരു സഭയുടെ ആത്മീയ നിലവാരം നമുക്കെങ്ങനെ മനസ്സിലാക്കുവാൻ കഴിയും? പല മാർഗങ്ങൾ തിരുവെഴുത്തിലുണ്ട്. അതിലൊന്ന്, ആ സഭയിലെ ശുശ്രൂഷകൻ ദൈവത്തിൻ്റെ വചനത്തിനു വേണ്ടി, ദൈവവചന സത്യത്തിനു വേണ്ടി ഉള്ളതുപോലെ ജനത്തെ പഠിപ്പിക്കുന്ന മനോഭാവം ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായും അത് ആ സഭയുടെ ആത്മീയ നിലവാരം അളക്കുവാനുള്ള ഒരു മാനദണ്ഡമാണ്. രണ്ടാമതായിട്ട്, ദൈവവചനം പഠിപ്പിക്കുന്ന ദൈവദാസനോട്, യഥാർത്ഥമായിട്ട് ദൈവത്തിൻ്റെ വചനം സംസാരിക്കുന്ന ദൈവദാസനോട് ആ സഭയുടെ അംഗങ്ങൾക്കുള്ള, വിശ്വാസ മക്കൾക്കുള്ള സ്നേഹവും കരുതലും എത്രമാത്രം ഉണ്ട് എന്നുള്ളതും ഒരു സഭയുടെ ആത്മീയ നിലവാരം അളക്കുവാൻ ദൈവവചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ പറ്റുന്ന മറ്റൊരു മാർഗമാണ്. എഫെസോസിലെ വിശ്വാസികൾ പൗലോസിനെ വളരെ ആഴമായി സ്നേഹിച്ചിരുന്നു. പൗലോസ് ദൈവത്തിൻ്റെ വചന സത്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു മനുഷ്യനുമായിരുന്നു. എഫെസ്യ ലേഖനം 1-ാം അധ്യായം 15-ഉം 16-ഉം വാക്യങ്ങളിൽ, അതുനിമിത്തം ഞാനും നിങ്ങൾക്ക് കർത്താവായ യേശുവിലുള്ള വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടുമുള്ള സ്നേഹത്തെയും കുറിച്ച് കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ സ്തോത്രം ചെയ്ത് എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഓർക്കുന്നു. എഫെസോസിലെ സഭ കീർത്തിപ്പെട്ട ഒരു സഭയായിരുന്നു. എന്തിൻ്റെ പേരിലാണ്? അവരുടെ വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പേരിലാണ്. വിശ്വാസവും സ്നേഹവും ഉള്ള സഭ കർത്താവിൽ അനുഗ്രഹീതമായ സഭ തന്നെയാണ്. ഒരു സഭയുടെ ആത്മീയ നിലവാരം അളക്കുവാൻ ആ സഭയിൽ വരുന്നവർക്ക് എത്രമാത്രം വിശ്വാസവും ദൈവത്തോടുള്ള സ്നേഹവും തമ്മിലുള്ള സ്നേഹവും ഉണ്ട് എന്ന് വിലയിരുത്തേണ്ടത് ആവശ്യമാണ്. അത് നാം ദൈവത്തിൻ്റെ വചനം പഠിക്കുമ്പോൾ പ്രത്യേകമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ചില ആളുകൾക്ക് ഇതിനോടൊന്നും ഒരു താല്പര്യമില്ല. അവർ സഭയെ ഒരു ക്ലബ്ബായിട്ടാണ് കാണുന്നത്. ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, കഴിഞ്ഞ ടേണിൽ ഇരുന്ന പാസ്റ്റർ ഒരു രസവും ഇല്ലായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ. എപ്പോഴും പ്രാർത്ഥന, ബൈബിൾ സ്റ്റഡി, കൂട്ടായ്മ, അറുബോറൻ എന്നൊക്കെ ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ വന്നിരിക്കുന്ന ആൾ എത്ര മിടുക്കനാണെന്നറിയാമോ? അദ്ദേഹം വന്നതിന് ശേഷം സഭയിലെ കുട്ടികൾക്കെല്ലാം വളരെ ആവേശമാണ്, ചെറുപ്പക്കാർക്കൊരു ആവേശമാണ്. ഷട്ടിൽ കളിക്കാൻ തുടങ്ങി, വോളിബോൾ കളിക്കാൻ തുടങ്ങി. പാസ്റ്ററാണെങ്കിൽ വളരെ കുറച്ച് സമയം മാത്രമേ പ്രസംഗിക്കത്തുള്ളൂ, ഒരു ശല്യവുമില്ല. ഇതാണ് ഇന്ന് ചില ആളുകളുടെ ഇഷ്ടം എന്ന് പറയുന്നത്. ആ സഭയുടെ ആത്മീയ നിലവാരം വാസ്തവത്തിൽ നാം ഒന്ന് ചിന്തിച്ചു നോക്കൂ. ബൈബിൾ സ്റ്റഡിയും ദൈവത്തിൻ്റെ വചനവും പഠിപ്പിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഒക്കെ ബോറായിട്ട് പലർക്കും തോന്നുകയാണ്. എന്നാൽ എല്ലാവർക്കും ഇഷ്ടം 10 മിനിറ്റ് പ്രസംഗിക്കുന്ന, വിശ്വാസികളുടെ ഇഷ്ടത്തിനനുസരിച്ച് പിക്നിക്കും വോളിബോളും ഷട്ടിലും ഒക്കെ അവരോട് കൂടെ ഇരുന്ന് കളിക്കുന്ന ഒരു പാസ്റ്ററെയാണ് പലർക്കും ഇഷ്ടം എന്ന് പറയുമ്പോൾ സഭയുടെ ആത്മീയ നിലവാരം എത്രമാത്രം അധപ്പതിച്ചു പോയി എന്ന് നാം ചിന്തിക്കേണ്ട ഒരു കാലമല്ലേ? പൗലോസിനെ എഫെസോസിലെ വിശ്വാസികൾ വളരെയേറെ സ്നേഹിച്ചു. അവർ ദൈവത്തെ സ്നേഹിച്ചിരുന്നു. പൗലോസ് ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു മനുഷ്യനാണ്, ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്ന ഒരു മനുഷ്യനാണ് എന്നുള്ള ചിന്തയും ബോധ്യവും അവർക്ക് ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഈ കാലങ്ങളിൽ നാം നമ്മെ തന്നെ, നമ്മുടെ സഭകളെ വിലയിരുത്തേണ്ട ഒരു കാലഘട്ടമാണ്. ആത്മീയതയുടെ പേരിൽ ഇന്ന് നടക്കുന്നതായ കാര്യങ്ങൾ ദൈവവചനത്തിന് നിരക്കാത്തതല്ലേ? സഭയെന്ന പേരിൽ നടത്തപ്പെടുന്ന പലതും സഭയാണോ? സംഘടനകൾ
ക്ലബ്ബുകളിലൊക്കെ പോലെ അധപ്പതിച്ച് കഴിഞ്ഞില്ലേ? ഇതിനൊക്കെ ഒരവസാനം കുറിക്കേണ്ട സമയം ആഗതമായിരിക്കുന്നു. ഈ കാര്യങ്ങളൊക്കെ ദൈവസഭയ്ക്കകത്ത് നടക്കുമ്പോൾ ഉള്ളു പൊട്ടുന്ന പല ദൈവമക്കളുമുണ്ട്. അവരുടെയൊക്കെ നാവിനെ നിശബ്ദമാക്കിയിരിക്കുകയാണ്. അവരുടെയൊക്കെ വായ മൂടിക്കെട്ടിയിരിക്കുകയാണ്. അവരൊക്കെ തീവ്രവാദികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ ഒരു കാര്യം വളരെ സത്യമാണ്. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല, കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് കർത്താവിൻ്റെ രാജ്യത്തിൽ കിടക്കുന്നത്. അധർമ്മം പ്രവർത്തിക്കുന്നവരെ ഞാൻ നിങ്ങളെ അറിയുന്നില്ല, എന്നെ വിട്ടുപോകുവീൻ എന്ന യേശു നമ്മെ ആരെയും നോക്കി പറയാൻ നാം ഇടകൊടുക്കരുത്. മാനസാന്തരപ്പെടണം. ജീവിതത്തിൽ ഇനിയും ഏതെല്ലാം മേഖലകളിൽ നമുക്കൊരു മാനസാന്തരം ആവശ്യമുണ്ടോ ആ മേഖലകളിലൊക്കെ ദൈവത്തോട് പറയണം, കർത്താവേ എൻ്റെ കുറവുകളെ ചൂണ്ടിക്കാണിച്ച് എന്നെ തിരുത്തണമേ, എൻ്റെ ജീവിതത്തെ ക്രമീകരിക്കണമേ, എന്നെ ശുദ്ധീകരിക്കണമേ, അങ്ങയ്ക്ക് പ്രസാദമുള്ള പ്രിയമുള്ള ഒരു ജീവിതം നയിപ്പാനുള്ള കൃപ എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. സഭകൾ ശുദ്ധീകരിക്കപ്പെടട്ടെ, വ്യക്തികൾ കർത്താവിനോട് കൂടുതൽ അടുക്കട്ടെ, യേശുവിനെ കൂടുതൽ സ്നേഹിക്കുന്ന ഒരു സമൂഹമായിട്ട് നമ്മുടെ സഭകൾ മാറട്ടെ. കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, ഞങ്ങളെ അവിടുന്ന് സ്നേഹിച്ചത് അവിടുത്തെ ജീവൻ തന്നാണ്. ഞങ്ങൾ അവിടുത്തെ മഹത്വത്തിനു വേണ്ടി ജീവിപ്പാൻ, അങ്ങയെ കൂടുതൽ സ്നേഹിച്ചുകൊണ്ട് അവിടുത്തെ നാമത്തെ ഉയർത്തുന്നവരായിരിക്കാൻ കൃപ നൽകണമേ. ക്രിസ്തു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.